എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിന്ന് പോണത് ഏറ്റവും ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. മണ്ണാത്തിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയും. എൻ്റെ നാട്ടിലാണ്. പശ്ചിമഘട്ടത്തിൻ്റെ തൊട്ട് താഴെ, പശ്ചിമഘട്ടത്തോട് ചേർന്ന് ഇങ്ങനെ നിൽക്കണ അടിപൊളി ഒരു സ്ഥലമാണ്. അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ റബ്ബറും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആയിട്ട് ഫുള്ള് വനാന്തരീക്ഷത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു വൈബാണ് കേട്ടോ. കുന്നും മലകളൊക്കെ കയറിയിട്ടേ ഇങ്ങനെ നല്ല കയറ്റങ്ങളാണ്. അപ്പോൾ അതൊക്കെ കയറിയിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ഒറ്റപ്പെട്ട വീടുകളൊക്കെ ഉണ്ട്. കല്ലുകൾ കൊണ്ടൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ് ഇത്. ഒരു ക്ലബ്ബൊക്കെ കാണാണ്ട്. അപ്പോൾ ഇത് കൂടെ കേട്ടോ വഴി ഇങ്ങനെ നടന്ന് പോകണം അവിടേക്ക്. ഇതാണല്ലോ ഇവിടെ പോത്തിന് ഇതിനൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. മാടുകളൊക്കെ ഇതാ ഒരു മാടിനെ അങ്ങോട്ട് കെട്ടിയേക്കണു. അപ്പോൾ നമ്മളിതങ്ങനെ ഡാമിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഡാം അടുക്ക് എത്താറായി. നമ്മളിങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. മയിലിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാറുണ്ട്. അവിടെ ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെതായിട്ട്. പിന്നെ ഇടയ്ക്ക് ആനയൊക്കെ ഇറങ്ങും. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെയെങ്കിലും. എല്ലാ ജീവികൾക്കും ജീവിക്കണ്ടേ. ആന ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞേക്കാറില്ലേ. തോന്നുൾക്കരയിൽ അതൊക്കെ ഈ സൈഡിലാണ്. അപ്പോൾ അതാണല്ലേ നമ്മൾ എത്തി. ഇപ്പം നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പം എൻ്റെ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു പ്രാദേശികവാസിയും കൂടി ഉണ്ട്. വിനു എന്നാണ് ആളുടെ പേര്. ഞാനും ആളും കൂടിയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടേക്കുള്ള യാത്ര. അങ്ങോട്ട് ഇതൊക്കെ മലനിരകളാണ്. നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് പിന്നെ അനധികൃതമായിട്ടുള്ള അങ്ങനെ ഇതൊന്നുമില്ല കേട്ടോ. നിർമ്മാണങ്ങളൊന്നുമില്ല. വലിയ വലിയ റിസോർട്ടുകൾ കെട്ടുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ചെറിയ ചെറിയ ഒറ്റ നിലയിലുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് അടിവശത്തുള്ളൂ. പിന്നെ വെള്ളത്തിനും ക്ഷാമമില്ല കേട്ടോ. വേനൽക്കൊക്കെ വെള്ളത്തിനും ക്ഷാമമില്ലാത്ത സ്ഥലമാണ്. ഇവിടെ കുത്താനായിട്ട് ഉപയോഗിച്ച് തുടങ്ങി കേട്ടോ. വേറൊന്നല്ല, ഇത്തിരി കയറ്റമാണല്ലോ. നമ്മളിത്തിരി ഫ്ലെക്സിബിളൊക്കെ ആയിട്ടുള്ള ആളാണെങ്കിലും വലിയ വലിയ കയറ്റമൊക്കെ എത്തുമ്പോൾ നമുക്കും ചെറിയൊരു സഹായമൊക്കെ വേണ്ടി വരും. ചേലക്കര, തിരുവല്ലാമല, പഴയന്നൂർ അങ്ങനെ എല്ലാ സ്ഥലത്തും കാണാം. ഇങ്ങോട്ട് വടക്കാഞ്ചേരി ആ സ്ഥലത്തേക്കൊന്നും കാണില്ല, വടക്കാഞ്ചേരിക്കൊന്നും കാണില്ല. പക്ഷേ തിരുവല്ലാമല, പഴയന്നൂർ ആ സൈഡിലേക്കൊക്കെ ഇത് കാണാൻ പറ്റും. അല്ലേ തെങ്ങുകളും ഇതൊക്കെ ആയിട്ട്. കാരണം ഇവിടെ ഏറ്റവും ഒരു ഉയർന്ന പ്രദേശമാണിത്. ആ സൈഡ് ഇപ്പോൾ വാഴാനിയാണ്, അങ്ങോട്ട് കാണില്ല. കാരണം ഇവിടെ നിന്ന് പണ്ടൊക്കെ ആൾക്കാർ ഈ വഴി നടന്നു പോയായിരുന്നു വാഴാനിക്ക്. വാഴാനി പറഞ്ഞാൽ വടക്കാഞ്ചേരി ആ ഭാഗത്തേക്കൊക്കെ മണ്ണുത്തി അങ്ങനെ ആ സൈഡൊക്കെ ഇല്ല, അങ്ങനെയൊക്കെ നടന്നു പോയായിരുന്നു. അപ്പോൾ പിന്നെ വാഹനങ്ങളൊക്കെ ആയതിന് ശേഷം അധികം പോകാൻ പറ്റിയ വണ്ടികളിലായി ആൾക്കാരെ പോക്ക്. ഇത് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡാമിൽ നിന്ന് വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കാണ് പോയോണ്ടിരിക്കണത്. ഇത്തിരി ദുർഘടമാണ് കേട്ടോ ഇങ്ങോട്ടുള്ള ഇങ്ങനെ നടത്തൊക്കെ. കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കണ്ടേ ഇപ്പോൾ ഞങ്ങളിങ്ങനെ പോണത് കുറച്ച് റിസ്ക് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളച്ചാട്ടം എത്തി കേട്ടോ. ഇതാണ് വെള്ളച്ചാട്ടം. അങ്ങനെ മേത്തിങ്ങനെ വെള്ളം അങ്ങനെ വരുമ്പോഴേ നല്ല ഒരു രസമാണ്. മേത്തിങ്ങനെ വരുമ്പോഴേ ഒരു തണുവൊക്കെ അനുഭവമുണ്ട്. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ എൻ്റെ ഒപ്പം പിന്നും കൂടി ഇങ്ങോട്ട് വന്നു കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ട് ഇതിൻ്റെ മുകളിലാണ്, ഏറ്റവും മുകളിലാണ്. അവിടെ മുകളിൽ ഒരു ആകാശത്തുനിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന പോലുള്ള അത്രയും നല്ല ഭംഗിയായിട്ടുള്ളതാണ്. ഇതിലും നല്ലൊരു ഇത് പറയാനില്ല. അത്രയും നല്ല ഇത്ര എടുത്ത് നല്ല ഫോഴ്സിൽ കിട്ടാം.
വെള്ളത്തിൻ്റെ ഭംഗി എനിക്കത് നല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളെ പരിചയപ്പെടാലോ. ആ ഞങ്ങള് ഓടുന്നു. എന്താ പേര്? അശ്വൻ. അശ്വൻ വീട് എവിടെ? വീട് പത്തിരിപ്പാല, പാലക്കാട്. പത്തിരിപ്പാലയാണല്ലോ. അപ്പൊ ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കണ്ടു. ഇവിടെ എന്ത് സ്ഥലം ഇഷ്ടമായി അതായിട്ട്? ആ ഇഷ്ടപ്പെട്ടു. ചെറുപ്പത്തിലൊക്കെ വരാറുണ്ട്. അതെ അല്ലേ. എന്ത് ചെയ്യണ്? ഞാൻ വർക്ക് ചെയ്യണു. എവിടെ? ഷോറൂമിലാണ്. അതെ ഇതിന്റെ അശോകയിലെ ഹെവി. ഓ വലിയ വണ്ടി എവിടെയാണ്? സന്തോഷം. അടിച്ചു പൊളിക്ക്. ഓക്കെ. ആ ചെക്ക് ഡാമെന്ന് കണ്ടേ. ഇപ്പോൾ വെള്ളത്തിന് കുറച്ച് ഫോഴ്സ് കുറവുണ്ട്. അല്ലെങ്കിൽ പുതുപുതും എന്ന് പറഞ്ഞിട്ടാണ് വെള്ളം നല്ലോണം അങ്ങോട്ട് വീഴും. നല്ല ഒരു തിരമാല പോലെയൊക്കെയാണ് ശരിക്കും വീഴുക. പിന്നെ നമുക്ക് ചെക്ക് ഡാമിൻ്റെ മുകളിലേക്ക് അങ്ങനെ പോയി നോക്കാം. ഈ വെള്ളമാണ് കേട്ടോ അങ്ങോട്ട് ഒലിച്ച് പോണത്. കണ്ടേ ഈ ചെക്ക് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം നല്ല രസമാണ് കേട്ടോ. കണ്ടേ ഈ കെട്ട്. ഇതിൻ്റെ മുകളിൽ വലിയൊരു ഡാമുണ്ട്. ഇതല്ല, അവിടെ അഷ്ടമുടി ഡാം എന്ന് പറഞ്ഞിട്ട് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു വലിയ ഡാമുണ്ട്. അവിടെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. പല്ലാവൂർ ദേവനാരായണൻ, ചിന്താവിഷ്ടായ ശ്യാമള, അതൊക്കെ നല്ല പനയുടെ നടുക്കിലൊക്കെ വെച്ച് പനയൊക്കെ നടുക്കിൽ നിൽക്കണതാണ്. അതൊരു പ്രത്യേക വൈബാണ് അത് കാണാൻ വേണ്ടി. കണ്ടില്ലേ ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചരിഞ്ഞ കാരണം ഇങ്ങനെ പ്രകൃതിയിലൊരു ഇങ്ങനെ കണ്ടില്ലേ ഒരു അസ്തമയത്തിൻ്റെ ഒക്കെ ഒരു വൈബാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നല്ല ആളുണ്ട്, ഇത് അത്യാവശ്യം നല്ല ആളുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയാണല്ലേ ഇവിടെ കാട്. അവിടെ നിന്നാണ് ഇങ്ങനെ വെള്ളം വരുന്നത്. ഈ ഡാമിൻ്റെ ഒരു ഷട്ടറുണ്ട്. ആ ഷട്ടറിൽ നിന്ന് ഓവർഫ്ലോ ഷട്ടർ എന്ന് പറയും. ആ ഷട്ടറിൽ നിന്നുള്ള വെള്ളമാണ് ഇത് കൂടെ ഇങ്ങനെ നന്നായിട്ട് ഒലിച്ച് വരുന്നു. ഇപ്പോൾ കുറച്ച് ഫ്ലോ കുറവായി. മറ്റേതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നമ്മൾ നിങ്ങനെ നിൽക്കുന്ന ഭാഗത്ത് കൂടെ ഒക്കെ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ പോകണതാണ്. നല്ല ആളുണ്ട് കേട്ടോ. നമ്മൾ ഇനി കുറച്ച് അങ്ങോട്ട് പോകണില്ല. അവിടെയൊക്കെ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പോകണില്ല. അപ്പോൾ ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളി സ്ഥലമാണ്.